അപ്പം തുടങ്ങല്ലേ? അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളെ മാക്സിമം റോസ്റ്റ് ചെയ്യും. റോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം വരും ഞങ്ങളോട് ഭയങ്കരമായിട്ട്. അതായത് ഞങ്ങൾ നിങ്ങളെ അങ്ങ് തേച്ച് ഞങ്ങൾ ബിസി കയറ്റും. അതുപോലെ ഞങ്ങൾ നിങ്ങളെ അങ്ങ് ഇല്ലാണ്ടാക്കും. നിങ്ങളെ ഞങ്ങൾ കളിയാക്കും, മാനസികമായി തളർത്തും, ഭയങ്കരമായിട്ട് തളർത്തും. ഇത് ഈ ഹോളിവുഡ് ലെവലിൽ കണ്ടുവരുന്ന കുറെ സാധനങ്ങളാണ്. ഹോളിവുഡിലൊക്കെ ഇതുപോലത്തെ ഒരുപാട് പരിപാടികളുണ്ട്. നമ്മൾ അതിന്റെ വേറൊരു വേർഷൻ, ഒരു മല്ലു വേർഷൻ ഇവിടെ ഇറക്കുന്നത്. അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ സഹകരിക്കണം. നിങ്ങൾ ഇവിടെയാണ് ശരിക്കും അഭിനയിക്കേണ്ടത്. നിങ്ങളുടെ മൂവിയുടെ പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതെന്തായാലും ഹിറ്റാക്കും. ഈ മൂവിക്ക് നല്ലൊരു പ്രൊമോഷൻ ആയിരിക്കും ഇത്. നിങ്ങളുടെ സഹകരണം എത്രത്തോളം ഉണ്ടോ അതുപോലെ പരിപാടി വിജയിക്കും. അതെ അതെ അതെ. കാരണം മാക്സിമം റോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ ചിലപ്പോൾ തന്തയ്ക്ക് വിളിക്കാനും ചാൻസ് ഉണ്ട്. ആ രീതി ഞങ്ങൾ പറയും. പല പോക്കൃതരും ഞങ്ങൾ പറയപ്പെടുന്നു. നിങ്ങളുടെ പടത്തിന്റെ പ്രൊമോഷനാണ്. മാത്രമല്ല, നമുക്ക് സൂപ്പർ സ്റ്റാർസിനെ നമ്മൾ വിളിച്ചിരുന്ന ഇതുപോലെ പരിപാടി കാണിക്കാൻ പറ്റില്ല. കാരണം ഫാൻസ് നമ്മളെ പൊങ്കാലയിടും, നമ്മളെ പഞ്ഞിക്കിടും, ചിലപ്പം ജീവിച്ചിരിക്കണമെന്ന് പോലും ഇല്ല. അതെ അതെ. നമ്മൾ തുടങ്ങിയതേ ഉള്ളല്ലോ. എങ്ങനെയൊക്കെ കുറച്ച് ആളെങ്കിലും കൊണ്ടുപോകണം. നിങ്ങളെപ്പോലുള്ള പുതിയ പുതുമുഖങ്ങളെ വെച്ചാകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല. കാരണം നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. നമുക്ക് സേഫ് ആണ് സോൺ. വന്നില്ലേ? ഇതിന്റെ അപ്പുറം എക്സ്ട്രീം സാധനങ്ങളായിരിക്കും ഞങ്ങൾ പറയാൻ പോകുന്നത്. അപ്പൊ അത് പ്രതീക്ഷ നിങ്ങൾ ഇരിക്കുക. ഞങ്ങൾ എന്തോ പറഞ്ഞാലും അത് ആ രീതിക്ക് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. അപ്പം നിങ്ങളുടെ റിലീസ് ആകാൻ പോകുന്ന പടത്തിന്റെ പേരെന്തായിരുന്നു? ബൾബ്. അപ്പൊ ബൾബിന്റെ വിശേഷങ്ങളാണ്. നമ്മൾ ടീം ബൾബാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. നമ്മൾ ബൾബിന്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. പരിചയപ്പെടുത്തും. ഇത് ഡയറക്ടറിന്റെ പേര് സംതൃപ്ത്. ഈ പടത്തിൽ സംതൃപ്തനാണോ നിങ്ങൾ? അതെ അതെ, ഏറെക്കുറെ. മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഞാൻ സംതൃപ്തനാണ്. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പറയുന്ന പടം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മളെ കണ്ടിട്ട് പറയാം, കാണുമ്പോൾ മനസ്സിലാവും. ഇത് നായികയുടെ പേര്, കഥാപാത്രത്തിന്റെ പേര് ശലഭം. ഓക്കെ, നല്ല പേര് ശലഭം. തളർന്നു പോവോ? കൈവിട്ട് പോവോ? ഇതുവരെ ഇല്ല. നായകന്റെ പേര്, കഥാപാത്രത്തിന്റെ പേര് കോബ്ല. എന്താ ഇത് ഇങ്ങനെ ഒരു പേര്? ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം നമ്മളീ നമുക്ക് ഒന്നും കിട്ടാതെ വരുമ്പോ നമ്മൾ ബ്ലാബ്ലാ എന്നൊക്കെ പറയാറുണ്ട്. അല്ല, അതൊരു ഒരു പേരെന്ന് വെച്ചാൽ ഈ കഥാപാത്രത്തെ എന്താ ക്ലൈമാക്സിനോടനുബന്ധിച്ച് വരുന്ന സാധനമാണ്. അപ്പൊ ഇപ്പോഴാണ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. സിനിമ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തന്നെ വിലയിരുത്താൽ മതി. ചേട്ടൻ തന്നെയാണോ എന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്? സ്ക്രിപ്റ്റ് ഞാൻ തന്നെ. അതൊരു കഥാപാത്രത്തിന് പേരൊന്നും കിട്ടാത്തപ്പോൾ ശലഭം ബ്ലാബ്ലാ എന്നൊക്കെ കിട്ടാന്നോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ ശരി. ഇങ്ങനെ പേരുകളൊക്കെ നമ്മൾ ആദ്യമായിട്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുട്ടിത്തവാങ്ക് പൊളിക്കുന്ന പുള്ളിയൊക്കെ നായകനായിട്ട് വിളിച്ചത് നിങ്ങൾ ഓഡീഷൻ ചെയ്താണോ അതോ ഇൻസ്റ്റയിലെ ഫോളോവേഴ്സിനെ കണ്ട് റീൽ കണ്ട് വിളിച്ചാണോ? ഇൻസ്റ്റാഗ്രാമിൽ അല്ലേ ഈ പടം ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് റീൽസ് ആയിട്ടൊക്കെ ഇറക്കിയാൽ പറ്റുന്നത്. അപ്പൊ നമുക്കൊക്കെ റീച്ച് കിട്ടിയാലോ. വെറുതെ ഇങ്ങനെ ഒരു വലിയ അന്വേഷണത്തിലൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ പുള്ളിയൊക്കെ വെച്ചോണ്ട് വേറെ പടം വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യത്തെ പടം, ഫസ്റ്റ് പടം. സാറിന്റെ ഫസ്റ്റ് പടം അല്ലേ? പക്ഷെ തീരുമാനമായി. പൂമ്പാറ്റ ശലഭല്ലേ? ശലഭത്തിന്റെ ശലഭത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഇതിനകത്തില്? ബോറായിട്ടുള്ള ക്യാരക്ടറാണ്. സ്വന്തമായിട്ടൊക്കെ പറയാം, ബോറായിട്ടുള്ള ക്യാരക്ടറാണ്. ഡയറക്ടർ സാർ എന്താ പറയാനുള്ളത്? അത്ര ബോർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. അല്ല, ബോറെന്ന് പറഞ്ഞ് അത് ബോൾഡ്. നിങ്ങളുടെ ട്രെയിലർ ഞങ്ങൾ കണ്ടായിരുന്നു. പുതിയ പയ്യനാണോ ഇതിന്റെ വില്ലൻ? എല്ലാരും പുതിയ, ഓൾമോസ്റ്റ് എല്ലാവരും. സ്കൂളിൽ നിന്നൊക്കെ അനുവാദം എടുത്തായിരുന്നു പയ്യനെ വിടാനായിട്ട്? പ്രിൻസിപ്പളൊക്കെ സമ്മതിച്ചോ? ഇല്ല, അവൻ അത്യാവശ്യം അവൻ അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പരീക്ഷ എഴുതിക്കത്തില്ലെന്ന് കേട്ടെ. അല്ല, അവൻ അത്യാവശ്യം കഴിവുള്ള പയ്യനാണ്. നമുക്ക് ട്രെയിലർ കണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ അഭിനയം വളരെ മികച്ചതായിട്ട് അതിനകത്തുണ്ട്. എന്താ ഇങ്ങനെ ഒരു കൊച്ചു പയ്യനെ ഈ വില്ലനാക്കാൻ ഈ പുള്ളിക്കൊക്കെ എതിരെ? അല്ല, കൊച്ചു പയ്യൻ വലിയ പയ്യൻ അങ്ങനെ അല്ല. നമ്മളൊക്കെ ഒരു ക്യാരക്ടർ ബേസ് ആണ് നമ്മള് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടർ അയാൾ ചെയ്താലേ ശരിയാവുന്ന എനിക്കാണ്. നേരത്തെ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ പുള്ളി ചെയ്ത് ശരിയായോ? പുള്ളിയുടെ വീഡിയോ ഒക്കെ ഇവിടെ കണ്ടേ? പുള്ളിയുടെ വീഡിയോസ് എങ്ങനെ? ഞാൻ ഒരു സാറിനോട് കാര്യം ചോദിക്കാൻ, ചേട്ടനോ ഇപ്പൊ പടത്തിലേക്ക് വേണ്ടി ആർട്ടിസ്റ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ തലേന്നിരുന്ന് കാസ്റ്റിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ പഴയ പടത്തിനകത്ത് ഓരോരുത്തരെ കണ്ട് ഓഡിഷൻ ചെയ്തു അങ്ങനെ ആയിരുന്നല്ലോ പോകുന്നത്. ചേട്ടൻ എങ്ങനെ കുത്തിയിരുന്ന് റീൽസ് എല്ലാം കാണുമോ ഓഡിഷൻ ചെയ്യാൻ വേണ്ടി? എന്നിട്ട് എനിക്ക് ലൈക്ക് നോക്കി, എനിക്ക് ഫോളോവേഴ്സിലെ നോക്കിയാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന റീൽസ്. ആ പയ്യൻ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? അതൊരു 5 മില്യൺ ഫോളോവേഴ്സ്. നമ്മളൊക്കെ മിക്കവാറും തുടക്കത്തിന് പണി നിർത്തേണ്ടി വരും. അപ്പം സാറിന്റെ കഥാപാത്രം എങ്ങനെയാണ് സിനിമയില്? എന്റേതും അത്യാവശ്യം ഒരു റൊമാൻസ് ടൈപ്പ് ക്യാരക്ടറാണ്. പുള്ളിയുടെ മുഖത്ത് വന്നോ റൊമാൻസ് വന്നോ എനിക്കറിയത്തില്ല. നിങ്ങൾ റീൽസ് മൊത്തം മറ്റേ പാട്ടും ഡാൻസും മറ്റേ ഷർട്ടൊക്കെ ഇവിടം വരെ ഇട്ടിട്ട് ഉള്ള പരിപാടിയൊക്കെയാണല്ലോ, അതുപോലെയാണോ ഇതിലെ ക്യാരക്ടറും? അല്ല, അതില് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്.
ശരി ശരി. നേഹ ആർട്ടിസ്റ്റ്, പിന്നെ സിംഗർ, യോഗ യോഗ ഒക്കെ ചെയ്യല്ലേ? സാധനം ഒന്ന് കാണിക്കോ? ആസനം, യോഗാസനമേ പിന്നെ പിന്നെ സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു ആള്? സെറ്റില് എന്താ പറയാ ഭയങ്കര കോമഡിയാണല്ലേ? കോമഡി പടമായിരുന്നു, റൊമാൻസ് ആയിരുന്നു പറഞ്ഞിട്ട് കോമഡി ആയിരുന്നു സെറ്റില്. പുള്ളിക്കാരി സെറ്റ് മൊത്തം ഇങ്ങനെ ഷൂട്ട് സമയത്ത് തമാശ പറഞ്ഞു നടക്കും. സാറൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളോട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതെ തീർച്ചയായിട്ടും. വട്ടം തോന്നിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കും? ഷൂട്ട് ഇറങ്ങുന്ന സമയത്തൊക്കെ തമാശ പറഞ്ഞു നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ഇല്ലാത്തപ്പോ അല്ല എങ്ങനെയല്ലേ ഒരു രസമുള്ളൂ, നമുക്ക് എല്ലാവർക്കും എനർജി ആയിട്ട് പോകണ്ടേ. ബ്രേക്ക് ടൈം അപ്പൊ സ്ക്രിപ്റ്റിന്റെ ഡിസ്കഷനോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ല. ഇവര് തമാശ പറയാൻ നിങ്ങൾ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാലേ ഷോട്ട് കട്ട് പറഞ്ഞോണ്ട് തമാശ ലൊക്കേഷൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന പരിപാടി നമുക്കില്ല. ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പോഴും പുള്ളിക്കാരി തന്നെ മെയിൻ, പുള്ളിക്കാരി ഇരിക്കും തമാശ മെയിൻ അല്ല, എല്ലാവരും മെയിൻ തന്നെ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ തമാശ കേൾക്കാൻ വേണ്ടി കട്ട് വിളിക്കുമായിരുന്നോ, അതോ കട്ട് വിളിക്കുമ്പോ അങ്ങ് തമാശ പറയാൻ ഓടി വരുന്നതാണോ? അല്ല അതല്ല, ഇതങ്ങനല്ല. അപ്പം നമ്മൾ ഈ ഷൂട്ട് ഉച്ചവരെയൊക്കെ ഷൂട്ട് ഉണ്ടെങ്കിൽ ലേറ്റ് നൈറ്റ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കുമല്ലോ. റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അത് എല്ലാവരും ഏറ്റുപിടിക്കും, അങ്ങനെ അങ്ങനെ അല്ലേ? അതെ, കാരണം ഇപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ പോലും ഇപ്പോൾ ഷൂട്ട് സമയത്ത് സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പുള്ളി കോസ്റ്റ്യൂം വേറെ മേക്കപ്പ് കിട്ടുന്നുണ്ടല്ലോ. പുള്ളി മറ്റേ ഊശാലാടിയൊക്കെ വെച്ചിരിക്കും മെച്യൂരിറ്റിക്ക്, മുടിയൊക്കെ വളർത്തി. ഇല്ല അങ്ങനെ. അപ്പോൾ നമ്മളൊരു സീൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം പുള്ളിക്കാരൻ തന്നെ ഒന്നിച്ച് അഭിനയിച്ച് കാണിച്ചു തരും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. പുള്ളി അഭിനയിക്കുവോ? പുള്ളിക്കാരൻ ചെയ്യും. റോളൊന്നും ചെയ്തിട്ടില്ലേ? ഇല്ല, പുള്ളി ഇതിൽ ചെയ്തിട്ടില്ല. അല്ല, ഞാൻ ഇതിനകത്തല്ല കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത ഡയറക്ഷൻ. പഠിച്ചിട്ടുണ്ടോ ഡയറക്ഷൻ? ഡയറക്ഷൻ പഠിച്ചിട്ടില്ല, എനിക്ക് ഒരു ആഗ്രഹം പണ്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പടം ചെയ്യാന്ന് വെച്ചിറങ്ങി. മാത്രമല്ല പുള്ളി വെക്കുന്ന ഈ ഫ്രെയിമുകളൊക്കെ ഭയങ്കര രസമാണ്, സജഷൻസ്. പുള്ളി തന്നെയാണോ ക്യാമറ ചെയ്തേ? അല്ല പുള്ളി പറയുന്ന അനുസരിച്ചാണ്. പിന്നെ പുതിയ നായകൻ എങ്ങനെ ഉണ്ടായിരുന്നു ചിത്രത്തിൽ? ഇപ്പൊ എന്താ പറയുന്നത്, എന്റെ ആഗ്രഹം പുള്ളി സാധിച്ചു തന്നു. പുള്ളി ഇപ്പൊ നോക്കി എന്തോ പറയാനാന്ന് പറഞ്ഞിട്ട് പുള്ളി ഒന്ന് നോക്കിയത്. അല്ല, എന്താ പറയാ, മൊത്തത്തിൽ പറഞ്ഞ ഒന്നും പറയാനില്ലേ? ഞാൻ ഒരു കാര്യം ഉദ്ദേശിച്ചു, പുള്ളി അത് ചെയ്തു തന്നിട്ടുണ്ട് കൃത്യമായിട്ട്. രണ്ടുപേരും സാർ ഉദ്ദേശിച്ചതുപോലെ ചെയ്ത് തന്നിട്ടുണ്ട്. എന്താ സാർ ഉദ്ദേശിച്ചത്? അതിപ്പോ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാതിരിക്കാനാണോ തിയേറ്ററിൽ? അങ്ങനെ നമ്മള് ഞങ്ങള് പോയിരിക്കത്തില്ലല്ലോ. കാരണം മറ്റേത് തിരക്കാത്തിരുന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ തിരിച്ചു വരുന്ന ടീംസാണ്. നമ്മൾ അങ്ങനത്തെ പരിപാടിയില്ല, നമുക്ക് അങ്ങനത്തെ ചെയ്യുന്ന പരിപാടി ഇല്ലല്ലോ. നമുക്ക് നിങ്ങൾ പരസ്പരം അങ്ങോട്ട് പോയിരുന്നല്ലേ? നിങ്ങൾ പറയുന്നത് ഇയാൾ അടിപൊളിയാണ്, നായിക അടിപൊളിയാണ്, ഡയറക്ടർ അടിപൊളിയാണ്. നിങ്ങള് ഫിലിം റിലീസ് ആയി കഴിഞ്ഞാൽ കണ്ടിട്ട് അല്ലേ? അതെ, കാണാൻ മനസ്സുള്ളവർ പോയി കാണട്ടെ. കണ്ടിട്ട് ജനങ്ങളാണല്ലോ പറയേണ്ടത്. പുള്ളി ജനങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും. ഒരു എക്സ്പ്രഷൻ ഒന്ന് ചെയ്ത് കാണിക്കാവോ? എന്തേലും ഒന്ന് പറഞ്ഞു എന്തൊരു എക്സ്പ്രഷൻ. ഓക്കെ, നിങ്ങൾ ഒരു റൊമാൻസ് ചെയ്ത് കാണിക്കാം. ഞാൻ പഠിച്ചു പഠിക്കാതാണോ അപ്പൊ പടം ചെയ്തത്? പിന്നെ റൊമാൻസ് ഒക്കെ വർക്കൗട്ട് ആയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ആംബിയൻസിൽ നമ്മൾ ചെയ്യും. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ചേട്ടൻ നന്നായി ചെയ്യും. അതെന്തോ ഇവർക്ക് മറ്റേ ഒത്തിരി ആൾക്കാരും ഇതൊക്കെ ഉണ്ടെങ്കിലോ? ശരി, ഞങ്ങള് ഇത് പറയാം. ഇവിടെ ഓൾറെഡി നമുക്കൊരു ക്യാമറ ഉണ്ട്, ഞങ്ങൾ ആക്ഷൻ പറയാം. ഓക്കെ? അല്ല, അത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റത് പുള്ളി പറ്റത്തില്ലെന്ന്. സാർ എങ്ങനെ ഇവരെ ഡയറക്ടർ സാർ തന്നെ ആക്ഷൻ പറയട്ടെ. അല്ല, ഇത് ഇവിടെ വെച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലല്ലോ ഇവർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? നമുക്കൊരു നിങ്ങൾ ആക്ടർ എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് നമ്മൾ പറഞ്ഞാൽ അഭിനയിക്കാൻ തയ്യാറായിട്ടിരിക്കണം. പുള്ളിക്ക് ഇപ്പൊ അതിലൊരു മാനസികാവസ്ഥ ഇല്ലായിരിക്കും, അതായിരിക്കും പുള്ളി. എന്താ ഈ ഡയറക്ടർ സാറിന്റെ ഡയറക്ഷനെ പറ്റി എന്താ നിങ്ങൾക്ക് അഭിപ്രായം? പുള്ളി നല്ലൊരു ഡയറക്ടറാണ്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ പടം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല ഡയറക്ഷൻ കണ്ടപ്പോൾ. അതെന്താ തോന്നുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന എന്ത് അടിസ്ഥാനത്തിലാണ് പുള്ളിയുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലായത്? അത് പുള്ളി ഓരോ സീൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഒരു സീൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും നേരം ഇരുന്ന് നമ്മളോട് സംസാരിച്ചിട്ട് പോലും ഒരു മെച്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പുള്ളി എന്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ തലകൾ പറയുന്നത്? നമ്മൾ ആ ഒരു വർക്കിലോട്ട് ചെല്ലുമ്പോഴാണ് നമുക്കത്. അസിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്നു. 3 പേര്. ഈ സാറ് ഈ പറഞ്ഞ പോലെ എന്തോ പേരെന്തായിരുന്നു? ശരിക്കുള്ള പേര് പറഞ്ഞില്ല. സിനിമയിലെ പേരാണ് കോബ്ല, ശരിക്കുള്ള പേര് ധനുഷ്. അറിഞ്ഞിട്ടാണോ അതോ ഈ സിനിമയിൽ വരുമ്പോ അവരവര് സ്വയം പേരിടും അങ്ങനെ ഇട്ടതാണോ? അല്ല, ശരിക്കുള്ള പേര് അച്ഛനമ്മയുടെ പേരാണ്. ഇവിടെ നോക്കിയ കാരണം ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല ധനുഷ് എന്നുള്ള ഈ കോബ്ല ക്യാരക്ടറോട് അത്ര ആ പേരില്ല. ഞാൻ തന്നെ കോബ്ലേട്ടാന്ന് വിളിക്കും. ഭയങ്കര കോമഡി. ഇങ്ങനത്തെ കോമഡിയാണോ നിങ്ങൾ ഇട്ടേക്കുന്നത്? ഈ ടൈപ്പുള്ള തമാശയാണ് പുള്ളിക്കാരി സെറ്റി പറയുന്നത്. അതാ അല്ല, ഇത് കേട്ടാ ഇവരങ്ങ് ഞാൻ പറഞ്ഞ ഭയങ്കര ആക്റ്റീവാണ് അവിടെ. ഇതൊക്കെ കേട്ടാ നമ്മള് പിടിച്ച് പൊട്ടിക്കാനല്ലോ തോന്നുള്ളൂ ഇങ്ങനെയുള്ള കോമഡികളൊക്കെ.
കൊള്ളാം. എന്തായാലും ചോദിച്ചു വന്നത് എന്തുവാ പേര്? ഓർക്കാൻ പറ്റുന്നില്ല പേര്. അപ്പൊ ഈ ധനുഷിന് ഈ റീൽസിലൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള അഭിനയിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, അപ്പൊ അത് വെച്ചിട്ട് കുട്ടിക്ക് എന്തെങ്കിലും ഉപദേശമൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഉപദേശം ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, കാരണം പേടി വന്നപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. നിങ്ങളെ പറയാമോ? കോൺഫിഡൻസ് കുറവ്, camera face ചെയ്യുമ്പോ ഒക്കെ പറഞ്ഞു തന്നു. ധനുഷ് തന്നെ ആദ്യമായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കുന്നത്, എന്നിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന കുട്ടിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങള് ശരിക്കും ഇവര് ഭയങ്കര ഫണ്ണല്ലേ, ഇവര് ഭയങ്കര കോമഡിയാ. അല്ല, പുള്ളി ഷോർട്ട് ഫിലിംസ് ഒക്കെ കുറെ ചെയ്തിട്ടുണ്ട്, ആ എക്സ്പീരിയൻസ് ഉണ്ട്. ക്യാമറ ഫേസ് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. അല്ല, ഇപ്പൊ ഈ കുട്ടി പിന്നെ റീൽസ് ഒക്കെ പിന്നെ ചെയ്ത് ക്യാമറ നോക്കാതെ തലകുത്തി നിന്നിട്ടായിരുന്നു. അത് ചെയ്യുന്നല്ലേ, ഫോണിൽ ക്യാമറ അല്ലായിരിക്കും അല്ലേ? ഫോണിൽ ക്യാമറ വെച്ചിട്ട് ഇപ്പൊ നിങ്ങളെ മറ്റേതൊക്കെ അല്ലേ, മറ്റേ ട്രെൻഡിങ് ആയ പാട്ടുകളൊക്കെ എടുത്തിട്ട് ഒരു പാട്ട് പല പാട്ടുകൾ ഒരു സ്റ്റെപ്പ് അല്ലേ, അതെ, ആക്ഷൻ സോങ് പോലെ. എന്നാലും കുഴപ്പമില്ല. എന്ത് ഫൈറ്റിംഗ് ആണോ? കഴിഞ്ഞ ദിവസം ഇവര് വരുന്നെന്ന് പറഞ്ഞപ്പോ ഒരു സാധനം എടുത്ത് നോക്കിയപ്പോഴേ ഇപ്പൊ എന്തോ ലുട്ടുപുട്ടുകയാണ് അതിട്ട് വിറച്ച് നിക്കുന്നുണ്ട്. എന്താ ആ സ്റ്റെപ്പ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? അതൊന്ന് കാണിക്കാൻ ഇങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഞാനോർത്തേ നമ്മുടെ ഷോ നടക്കുന്നത്, എനിക്ക് ഞാനോർത്ത് ഈ കുട്ടിയുടെ കാലിലെ കണ്ട് പറ്റിയതായിരുന്നു. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ടൈം പാസിന് നമ്മള് ജസ്റ്റ് മിക്ക സമയം വീട്ടിൽ വെറുതെ ഇരിക്കണോ? അല്ല, യോഗ ടീച്ചറാന്ന് പറഞ്ഞില്ലേ? യോഗ എല്ലാരും യോഗ ചെയ്യിക്കും അതോ? ഇപ്പൊ കൊച്ചു കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവർക്കൊന്നും അറിയത്തില്ലല്ലോ, യോഗ ചെയ്യുന്നത് അവർക്ക് എന്താണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് അവരെ മാത്രമേ പഠിക്കുള്ളൂ. അതോ അല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം അറിയാലോ, അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ ജനിക്കുമ്പോഴേ ഞങ്ങളുടെ ഒരു കൊച്ചു ജനിച്ചപ്പോ ഇങ്ങനെ ഇരുന്നത് വജ്രാസനത്തിലാണ് പ്രസവിച്ചു വീണത്. അങ്ങനെയല്ല, ഫോണിലൂടെ അവർക്ക് കാര്യങ്ങൾ അറിയാലോ, ഓൺലൈൻ പഠിപ്പിച്ചു കൊടുക്കുക. യോഗ നടത്തുന്നുണ്ട്. പിന്നെ പാട്ടിന്റെ ക്ലാസ്സസ് ഉണ്ട് ചെറിയ രീതിയിൽ. എന്നിട്ട് പാടും. ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഈ സിനിമയ്ക്കകത്ത് ഏകദേശം എന്തോ 10-25 പാട്ടുണ്ടെന്ന് കേട്ടല്ലോ. 32 അല്ലേ? ഈ വർഷം എല്ലാ മലയാളം പടത്തിലെയും പാട്ട് ഇതിൻ്റെ അകത്താണോ ചെയ്തേക്കുന്നത്? അല്ല, അങ്ങനെ പുള്ളി തന്നെ ലിറിക്സ് എഴുതി. സാറ് എല്ലാം ചേട്ടനാണ് ഇതിന്റെ മെയിൻ എല്ലാം. പാടിയിട്ടുണ്ടോ? സരള അല്ലല്ലോ, ശലഭയോ? നേഹ അല്ലേ? നേഹ പാടിയിട്ടുണ്ട് ഒരു പാട്ട്, ഒരു 2 വരി പാടാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് ത്രോട്ട് കുറച്ച് ഇവര് പാടാൻ പറഞ്ഞ ത്രോട്ട് പെയിൻ, അഭിനയിക്കാൻ പറഞ്ഞ പ്രിപ്പയർ അല്ല. സൗണ്ട് എന്തൊക്കെ പറഞ്ഞാലും സ്നേഹ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ? പോയി ഇപ്പൊ ഇങ്ങോട്ടും താങ്ങ് വന്നു. ധനുഷിന്റെ മുഖത്തുള്ള ഒരു വൈക്ലബ് എന്തെങ്കിലും പോണോ? ഇല്ല, ഒന്നുമല്ല, എനിക്കൊന്ന് വാഷ്റൂം വരുന്നു. പോയിട്ട് അവിടെ ഉണ്ട്, പോയിട്ട് വരും. അവൻ അഭിനയിക്കാൻ അറിയാവുന്നു. നീ അവനെ അഭിനയം പഠിപ്പിച്ച ആണോ? അവനെ കൈ കിട്ടിയത് ആദ്യമായിട്ടൊരു സിനിമ അഭിനയിച്ചു. എവിടെയെങ്കിലും വെച്ച് എൻ്റെ കയ്യിലൊന്ന് കിട്ടണേ, എൻ്റെ വണ്ടിയുടെ മുന്നിൽ കഴിയുന്ന ആദ്യം കിട്ടണേ ഇല്ല പോനെ. പുള്ളി കുറെ നേരമല്ലോ തെറ്റിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ? കുറെ നേരം ഒരുപാട് കുഴപ്പമില്ല, ഓക്കെ അല്ലേ ഞങ്ങൾ പറയുന്നത്? അത് ഓക്കെ എല്ലാവരും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പറയും മാക്സിമം ഞങ്ങൾ തേച്ചൊട്ടിക്കും. കാരണം നിങ്ങളുടെ പടത്തിന് പ്രൊമോഷൻ വേണമെങ്കിൽ നമ്മൾ മാക്സിമം പറഞ്ഞ് ഇത് വൈറലായാലേ പറ്റും. മാക്സിമം ഞങ്ങൾ പറയും. ഷോർട്ട് ഫിലിം വല്ലതും ഇതിനു മുമ്പ് ഡയറക്ട് ചെയ്തിട്ടുണ്ടോ? ഷോർട്ട് ഫിലിം അങ്ങനെയല്ല, ഷോർട്ട് ഫിലിം എങ്ങനെയല്ലെന്ന് +1 +2 സമയത്തൊക്കെ അതെ ഫ്രണ്ട്സുമായിട്ടാണ്. പക്ഷേ ഇത്രയും നമ്മളൊരു ഇത് എടുക്കുന്നില്ല, ഒരു വില കൊടുക്കുന്നില്ലല്ലോ ആ ഒരു സമയത്ത്. വില കൊടുക്കും, ഷോർട്ട് ഫിലിമിന് വില കൊടുക്കുന്നില്ല. അപ്പൊ എന്തുവാ ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തതാ. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഷോർട്ട് ഫിലിം അന്നത്തെ ഷോർട്ട് ഫിലിം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പിള്ളേര് സമയത്ത് ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുമല്ലോ. ഇയാളെന്തോ ഈ പറയുന്നത് അന്നേരത്തെ ഷോർട്ട് ഫിലിം ഇന്നത്തെ എന്തോ അങ്ങനെ കമ്പയർ, നിങ്ങൾ ഈ സിനിമ ചെയ്യുന്നവരെന്തോ അങ്ങനെ കമ്പയർ ചെയ്യുന്നത്? പിള്ളേര് ചെയ്യില്ലേ? ഈ പൊട്ട യുക്തിയുള്ള ഇവരൊക്കെയാണോ ഇത് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരൊക്കെയാണോ ഈ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഡയറക്ടർമാർ മുമ്പോട്ട് പോകുന്നത്? നിങ്ങൾ ഈ പുള്ളിയെ പറ്റിയാണോ പറഞ്ഞ എക്സ്പീരിയൻസ്ഡ് ഡയറക്ടർ? എന്ത് പറഞ്ഞെന്ന് പുള്ളി അഭിനയിക്കുമ്പോൾ സിനിമ വരുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി അഭിനയിച്ചേക്കുന്നത് നിങ്ങൾ. അതാ ഞാൻ പറഞ്ഞതല്ല, ഇപ്പൊ പിള്ളേരായിട്ടിരിക്കുമ്പോ നമുക്ക് ഒരു ആഗ്രഹം എന്ത് പറയുന്നത് മനസ്സിലായില്ല. അന്നത്തെ ഒരു പ്രായം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്ത് പ്രായം, അന്നത്തെ പ്രായം ഇപ്പോഴത്തെ പ്രായം? ടെക്നിക്കൽ സൈഡും ഡയറക്ഷനിലും ഒത്തിരി അന്ന് ഒരുപാട് കാര്യങ്ങളും സംഭവമൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇന്നത്തെ സിനിമ അല്ലെങ്കിൽ നിങ്ങളുടെ ആ വില്ലൻ ഉണ്ടല്ലോ കൊച്ചു പയ്യൻ, അവന്റെ പേരെന്താ, ഈ ക്യാരക്ടറിന്റെ പേരെന്താ? ഇതിനകത്ത് ഇതിനൊരു സഫിൻ പോപ്സ്.
പോപ്പാണോ പുള്ളി? റോമിന്നാണ് വന്നത്. പുള്ളിയുടെ ഒരു താല്പര്യം കൊണ്ടിട്ടായിരിക്കും. ആരിട്ട്? പുള്ളിയാണോ ക്യാരക്ടർ? പുള്ളി അവിടെ നിന്ന് ക്യാരക്ടറിന്റെ പേരിട്ടാണ് വന്നത്. പുള്ളിയാണ് സ്ക്രിപ്റ്റ്, പുള്ളിയുടെ പേര് അതാണ് കണ്ടില്ല. എന്ത് കൊണമേ എന്തോ കോബ്ല കോബ്ല പളപള, പിന്നെ സെലവം പളപള, അടുത്ത എവിടെ നിന്നായി പേരൊക്കെ? പോപ്സ്, പപ്സ്, സമൂസ, ബർഗർ. ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോ നമുക്കൊരു യുക്തി സംഭവം ഇത് പുള്ളി പറഞ്ഞ ബേക്കറിലും കണ്ടായിരുന്നു. ഈ പപ്സും പൊളപൊളയും രസഗുളയൊക്കെ വെച്ചിട്ടായിരിക്കും. ചിലപ്പോൾ അതായിരിക്കത്തില്ല, പുള്ളിക്കാരനെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്നാക്സ് ഒക്കെ കഴിക്കുമല്ലോ, പുള്ളി പപ്സും സമൂസയും പഴംപൊരിയൊക്കെ സൈഡ് വെച്ചിട്ടായിരിക്കും എഴുതിക്കൊണ്ടിരുന്നത്. അന്നേരം ഓരോന്നിന്റെ പേര് നോക്കി ഇടും, ബളബള, പപ്സ്, പോപ്സ്. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് വാഷ്റൂമിൽ. അവന്മാരാണോ തീരുമാനിക്കാൻ? എനിക്ക് ഡയറക്ഷൻ അറിയത്തില്ല. അവന്മാരങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അവന്മാരങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അവന്മാര് തീരുമാനിച്ചാൽ മതിയോ? എനിക്ക് ഡയറക്ഷൻ അറിയാം. അമ്മ സത്യം, എനിക്ക് ഡയറക്ഷൻ അറിയാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അല്ല, ശരിക്കും പടത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത് എന്താണ്? തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞ ലവ് സ്റ്റോറിയാണിത്. അല്ല, ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ, ആ തീമും ഇതും പറഞ്ഞോട്ടെ. ഈ റൊമാൻസും ബൾബും തമ്മിൽ എന്തോ ബന്ധം? നിങ്ങളുടെ ടൈറ്റിൽ ബൾബ് എന്നാണല്ലോ. ബൾബ് എന്ന് വെച്ചാൽ പ്രകാശമാണല്ലോ. അപ്പൊ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രകാശം. എന്താ കഥക്കകത്ത് പുള്ളിക്കാരനെ ഇത് KSEB-യിലാണോ ജോലി? ഇലക്ട്രിസിറ്റി ബോർഡിലാണോ? അല്ലല്ലേ, അങ്ങനെയൊന്നുമല്ല. പിന്നെന്താ ഈ ബൾബ്? അത് ഞാൻ പറഞ്ഞു തന്നെ, ഓവറോൾ ജീവിതത്തിലെ പ്രകാശം അത് വെച്ച് ഉദ്ദേശിച്ച പ്രകാശം കിട്ടും ആ ഒരു യാത്രയിൽ സംഭവിക്കുന്ന കുറച്ച്. പക്ഷെ അവരുടെ ഇത് വെച്ച് എനിക്ക് തോന്നുന്നു ട്യൂബ്ലൈറ്റ് ആയിരുന്നു നല്ലതല്ലേ? ട്യൂബ്ലൈറ്റ്, അതിലും പ്രകാശം ഉണ്ടല്ലോ. അതെ 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 അല്ലേ? ഇപ്പൊ ഒരുപാട് റിവ്യൂസ് ഒക്കെ, ഒരുപാട് റിവ്യൂസ് പടം ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ പല റിവ്യൂസ് വരും, നെഗറ്റീവും പോസിറ്റീവായിട്ടും വരും. അപ്പൊ നിങ്ങൾക്ക് പടത്തിൽ മാക്സിമം റിവ്യൂസ് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ പ്രതികരണം അങ്ങനെ ആയിരിക്കും? എന്ത് പ്രതികരണം? അത് പലർക്കും പല അഭിപ്രായമല്ലേ? പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ എങ്കിലും നമ്മളൊരു എല്ലാത്തിനും ഒരു പരിധി. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ പടത്തിൽ മൊത്തം നെഗറ്റീവ് ആയിരിക്കും. അല്ല, അങ്ങനെയല്ല, നെഗറ്റീവ് വന്നാൽ എന്തായിരിക്കും എന്നല്ലേ ചോദിച്ചാൽ. അപ്പൊ നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം. അപ്പൊ രണ്ടും എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ പടം മിക്കവാറും എനിക്ക് അവരുടെ ഇരിപ്പം ഭാവം സംസാരമൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നു അവർ പടം ചെയ്യാനുള്ള വിവരം വെള്ളിയാഴ്ച സിനിമ കണ്ടിട്ട് മാറ്റി പറയും. നിങ്ങളൊരു പുതിയ ഡയറക്ടറാണല്ലോ. ഇപ്പോൾ ഈ മലയാള സിനിമ നേരിടുന്ന ഒരു വലിയ വിഷയമാണ് ഭയങ്കരമായിട്ടുള്ള ഡീഗ്രേഡിങ്. ഫസ്റ്റ് ദിവസങ്ങളിൽ തന്നെ ഈ റിവ്യൂസ് ഒക്കെ വന്ന് അങ്ങനെ ഒരു റിവ്യൂ, അങ്ങനെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പൊ തന്നെ ഓരോ കോപ്രായങ്ങൾ കാണിച്ചാണല്ലോ ഓരോരുത്തർ റിവ്യൂ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? എനിക്ക് തോന്നുന്നു മിക്കവാറും നിങ്ങളുടെ പടം ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ നായകന്റെ കോസ്റ്റ്യൂമും ലുക്കും ഒക്കെ വെച്ചോണ്ട് ഓരോരുത്തന്മാര് വരും റിവ്യൂ ചെയ്യാൻ. അല്ലല്ല, അത് പടം നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നവർ, ഈ താല്പര്യമുള്ളവർ നേരെ പോയി തിയേറ്ററിൽ പോയി കാണും. മറ്റുള്ളവരുടെ അഭിപ്രായം അറിഞ്ഞിട്ടൊക്കെ പോകുന്നതൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല അതിനോട്. കാരണം അതെ അതെ, റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുന്നവരോടൊന്നും എനിക്ക് യോജിപ്പില്ല. അവരുടെ ഇഷ്ടത്തിന് പോയി പടം കാണും. ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പം പ്രേക്ഷകർ ഇപ്പം ഒരു സിനിമ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരാഗ്രഹിക്കും, ഇത് ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ഒരു ജഡ്ജ്മെന്റിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഓരോ പടങ്ങൾ ചെയ്യുമ്പോഴും അത് ടിപ്പിക്കൽ ഓരോ രീതി. ഇപ്പോൾ സാറിന് ഒരു ജോണർ ചെയ്യാനുള്ള ഒരു കഴിപ്പ്, ഈ സംഭവം ലവ് സ്റ്റോറി ചെയ്തു. അപ്പം ഇത് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയിരിക്കും. അപ്പം പുള്ളിക്ക് എല്ലാം കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ആയിരിക്കും ഓക്കെ പുള്ളിയുടെ ലവ് സ്റ്റോറി ആയിരിക്കും. അപ്പം പിന്നെ ഒരു പുള്ളി ആക്ഷൻ പടം പോയി ഇവരിവിടെ വന്നു നിന്നിട്ട് എന്തെങ്കിലും ഇച്ചിരി ലോജിക്കുള്ള കാര്യം എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളിപ്പോ മലയാളത്തിൽ ഹിറ്റ് ആയിട്ടുള്ള സിനിമയ്ക്കും ഹേറ്റേഴ്സ് എന്തായാലും കാണുമല്ലോ. നമുക്ക് നെഗറ്റീവ് വന്നാൽ നമ്മൾ അങ്ങനെ എടുക്കുള്ളൂ. അപ്പൊ നിങ്ങളുടെ പടം ഹിറ്റ് ആകുമെന്നാണോ പറയുന്നത്? ആ കാര്യത്തിൽ പ്രതീക്ഷയുണ്ടോ? മേബി നല്ല നോക്കണ്ടത് ഹിറ്റ് ആയിരിക്കും. മറ്റേ പാറ്റായ കൊല്ലം ഹിറ്റ് എടുത്ത് എല്ലാരും കൊണ്ട് അടിക്കും. അടിക്കാറുണ്ട്, തിയേറ്ററിനകത്ത് കയറി അടിക്കാറുണ്ട്. ഹിറ്റ് ആവണം എന്നാണല്ലോ ഏതൊരു. ഇപ്പൊ ഈ ഇന്റർവ്യൂ ആണെങ്കിൽ ഹിറ്റ് ആവണമെന്നുള്ള നിങ്ങൾ ഞങ്ങൾക്ക് ട്രെയിലർ കണ്ട് നിങ്ങളുടെ അഭിനയവും ഒക്കെ കാണട്ടെ. എനിക്ക് ആ എക്സ്പ്രഷൻ ഒന്നും കാണിക്കുക. ട്രെയിലറിനകത്തൊരു സാധനം ഇട്ടിട്ടുണ്ട്, വില്ലനെ വയറ്റത്ത് കത്തിയോണ്ട് കുത്തിയിട്ട് ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് കാണിക്കോ? അത് ചെറിയൊരു പീസ് ഭാഗമല്ല നിങ്ങൾ അന്നേരം പെട്ടെന്ന് ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ളൊരു മനസ്സിലാവും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ പടം ബൾബ് എനിക്ക് ഇവരുടെ പേരായിട്ട് പറയാൻ പോലും തോന്നില്ലത്. ആൾക്കാരൊക്കെ തിയേറ്ററിൽ എന്തായാലും നല്ല ചിരിയായിരിക്കും. നിങ്ങളിത് സീരിയസ് ആയിട്ടല്ലേ എടുത്തേക്കുന്നേ? കോമഡി എല്ലാം ഉണ്ട്. സീരിയസ് ആണെങ്കിലും ഇറങ്ങുമ്പോൾ വലിയ കോമഡി ആവാൻ ചാൻസ്, അങ്ങനെ ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതെ, അങ്ങനെ കോമഡി മൂവി എന്ന് പറഞ്ഞിട്ട് ഹിറ്റ് ആവാൻ ചാൻസ്. അതെ അതെ, കോമഡി പറഞ്ഞാൽ അടുത്തുണ്ടല്ലോ. ആൾക്കാർക്ക് വേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ എടുക്കട്ടെ, അത്രേ ഉള്ളൂ. ഞാനിട്ട് നിങ്ങളുടെ ഈ സെറ്റിലെ കുറെ നിമിഷങ്ങൾ ചുമ്മാ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങളെ കുട്ടിയുടെ സ്നേഹയുടെ കുറെ കോമഡി കിട്ടിയാനല്ലോ. സ്റ്റാൻഡപ്പ് കോമഡിക്കൊക്കെ കൂടെ
ഇത്രയും കോമഡി പറയുമെങ്കിൽ ഈ സെറ്റിലൊക്കെ ഇത്രയും കോമഡി പറയുമെങ്കിൽ അല്ല പുള്ളിക്കാരി പോകുന്നത് ഇരുന്നുള്ള കോമഡിക്കാ. പുള്ളിക്കാരെ കോമഡി കേട്ട് കഴിയുമ്പോൾ അവര് പറയും സ്റ്റാൻഡപ്പ് എന്ന്. ജനുവരി 28-ാം തീയതി അല്ലേ? ജനുവരി 28-ാം തീയതി അവരുടെ പടം റിലീസ് ആവുകയാണ്. ബൾബ് ട്യൂബ്ലൈറ്റും ബൾബും റിലീസ് ആവുകയാണ്. അപ്പൊ എല്ലാരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്താ ബൾബത്ത് പേര് പറയുമ്പോ പുള്ളിക്കാരിക്കാൻ പറ്റുന്നില്ല. ബിറ്റ് റോസ്റ്റിംഗ് എന്നുള്ള ഈ പരിപാടി ഞങ്ങൾ പുതുതായിട്ട് തുടങ്ങിയേക്കുന്നതാണ്. അപ്പൊ ഈ ബിറ്റ് റോസ്റ്റിംഗിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൾബ് ടീമിനെ നിങ്ങളെല്ലാവരും പടം കാണണം കേട്ടോ. 28-ാം തീയതി ഇവരൊത്തിരി പ്രയത്നിച്ചിട്ടുള്ളതായി റീൽസ് കളികളൊക്കെ ചെയ്യുന്നൊരു പടമാണ്. അപ്പോൾ നിങ്ങളിത് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൾബ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ ഒന്നുകൂടെ മീറ്റ് ചെയ്യാം. അതുവരെ അന്നേരം ശരിക്കുള്ള റോസ്റ്റ് അന്നേരം. അതെ. അപ്പൊ പിന്നെ ജനങ്ങളുടെയൊക്കെ റോസ്റ്റ് വന്നോളും, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതുവരേക്കും ബൈ. കുഴപ്പമില്ല, നിങ്ങൾ മാക്സിമം നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊമോഷൻ കേൾക്കോളൂ. ഭയങ്കര പ്രൊമോഷൻ ഓട്ടോ ആയിരിക്കും ഭയങ്കര. നമ്മൾ അതുപോലെ നമ്മൾ ജനങ്ങൾക്ക് കാണാനുള്ള എല്ലാ സാധനവും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ നല്ല രീതിയിൽ അഭിനയിച്ചു നിങ്ങൾ എല്ലാവരും കേട്ടോ. നല്ല രസമായിട്ട് നിങ്ങളൊക്കെ ചെയ്തു. നേഹയൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സാറ്, നല്ല രസമായിട്ട് ചെയ്തിട്ട്. അറിയോ പടം അറിയോ? നീയൊക്കെ എന്താ വിളിച്ചു പറഞ്ഞു ഇവിടെ നിന്ന്? റോസല്ലേ ഇത്? എന്ത് വിളിച്ചു പറയാൻ വിളിച്ചു വരുന്നത് അപമാനിക്കുന്നില്ലല്ലോ. നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് നീ എന്തോ പറഞ്ഞേ? ഞങ്ങൾ നിങ്ങളുടെ സ്ക്രിപ്റ്റ് തന്നല്ലേ, നിങ്ങൾ ഓക്കെ പറഞ്ഞിട്ടല്ലേ? ഇതാ എന്ത് പ്രൊമോഷനെ പടത്തിന് ഇത് മൊത്തം ഇത് പടത്തിനെ താക്കല്ലേ? നിങ്ങൾക്കറിയാം ഇത് ഹോളിവുഡ് ലെവൽ സാധനം. ഇത് എന്ത് ഹോളിവുഡ്? ഒരു പടത്തിനെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നതാണ് ഹോളിവുഡ്. നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ആളെ പോലെ ഞങ്ങൾ പറയാൻ. ഒന്നാമത് പടം ഇറങ്ങിയിട്ടില്ല, ആരും പടം കണ്ടിട്ടില്ല. അതിന് മുമ്പേ ഡിഗ്രേഡ് ചെയ്യാം. നിന്നെ പോലുള്ളവന്മാരാണ് ഇപ്പോഴത്തേത്. അല്ല അങ്ങനെ ഇത് ഷോ അല്ലേ? കണ്ടിട്ട് പറയാം. ഇതാണ് റോസ്റ്റിംഗ്. ഇത് റോസ്റ്റ്. ഞാൻ പറയട്ടെ, റോസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല നിങ്ങൾക്ക്. റോസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അല്ല, ഇതൊക്കെ ഇതും കൊണ്ട് നീയൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ഡയറക്ടർ ഹാസ്യത്തിന്റെ രീതിയിൽ എടുക്കൂ. ഇതിലെന്തോ ഹാസ്യം പറഞ്ഞു. ഇത് ചുമ്മാ മലയാളികൾ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാം. കട്ടി ക്യാമറ കട്ടി ക്യാമറ കട്ടി ക്യാമറ കട്ടി അറിഞ്ഞ് ചെവുക്കലടിച്ചാൻ പൊട്ടി ക്യാമറ കട്ടി. നിങ്ങൾ പടത്തിന് ഞങ്ങളെ നീയൊക്കെ ഞങ്ങളെ കുറിച്ച് നീയൊക്കെ അന്വേഷിച്ചിട്ടാണോ സാർ? നിങ്ങൾ നിന്റെ പടം ആരും കാണണമെങ്കിൽ മനസ്സിലാ. റെക്കോർഡ് ചെയ്യടാ, ഇതുകൂടെ കാണിക്കണം. റെക്കോർഡ് ചെയ്യടാ. നിന്റെ എപ്പിസോഡാന്ന് പറഞ്ഞില്ലോടോ? ഞാൻ പറഞ്ഞത് ഇത് ബോളിവുഡിലൊക്കെ വർക്കൗട്ട് ആയ സംഭവമാണ്. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വൈറലായാലും നിങ്ങളുടെ പടം നിലവിൽ കാണുന്നില്ല. നിലക്കൊക്കെ വൈറലാവണം. ഉണ്ടാക്കുന്നേ ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കും. ഒരു ഷോർട്ട് അവന്റെ റോസ്റ്റിംഗ് റിവ്യൂ ആദ്യം പോയി പടം കാണുന്നത്, എന്നിട്ട് ഉണ്ടാക്കും. കേട്ടല്ലോ, ഇതെങ്ങാണോ യൂട്യൂബിൽ അങ്ങനെ കണ്ട ക്യാമറ ഓണാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് പൊക്കത്തിലാവണോ ചൈൽഡായിട്ട് പൊട്ടി. ഞാൻ ഹോളിവുഡ് ഐറ്റമാണ് സാർ, ഹോളിവുഡ്. അവനൊക്കെ വേണ്ടിയാന്നുള്ള പൊട്ടന്മാർക്ക് മനസ്സിലായിട്ടല്ലോ. ഇവന്മാർക്കൊന്നും ആ ഒരു ലെവലിൽ തിങ്ക് ചെയ്യാൻ അറിയത്തില്ല. അവന്റെ റോസ്റ്റിംഗ് കോപ്പ് ഇനി നാട്ടുകാർ അവരോളിയും കേൾക്കണം. എന്തായാലും നമുക്ക് തന്നെ ഗുണം ഉണ്ടാകാൻ പോകുന്നത്. അവന്മാരിപ്പോൾ ഈ ചെയ്ത് കൂട്ടിയത് അവന്മാർ അവിടെ നിന്ന് ദേഷ്യപ്പെടുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇവന്മാർ എയറിലാക്കുന്നു. ജയ് സോഷ്യൽ മീഡിയ. എന്തായാലും നല്ല ക്യാമറമാന്മാരാ ഈ പരിസരത്തിൽ. വീഡിയോ ഇല്ലാണ്ട്